നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്റ്റാർ വിഷന്റെ വാദം പ്രതിവാദം തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വാണിമേൽ പഞ്ചായത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ നിലവിലുള്ള UDF ബന്ധം വാണിമേൽ പഞ്ചായത്തിൽ ശിഥിലമായിരിക്കുകയാണ്. സീറ്റ് തർക്കത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ അവസാനം കോൺഗ്രസും ലീഗും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാ സീറ്റുകളിലും മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പിൻവലിക്കാനുള്ള അവസാന ദിവസം ചിത്രം വ്യക്തമായതോടെ രണ്ടു കൂട്ടരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായി UDFന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്താണ് വാണിമേൽ പഞ്ചായത്ത് വാർഡ് വിഭജനത്തെ സംബന്ധിച്ച്. പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ UDFന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള വിലയിരുത്തൽ. ഇന്നത്തെ വാദം പ്രതിവാദം പരിപാടിയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാണിമേൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ MK കുഞ്ഞബ്ദുള്ള, യൂത്ത് ലീഗിന്റെ നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ MK അഷ്റഫ് എന്നിവരാണ്. രണ്ടുപേർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. വളരെ വ്യക്തമായി വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ വാണിമേൽ പഞ്ചായത്തിൽ UDF തകർന്നു. ലീഗിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് അഷ്റഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗിന്റെ ഒരുതരം പിടിവാശിയാണോ ഈ ഒരു UDFന്റെ തകർച്ചയിലേക്ക് നയിച്ചത്? UDF ബന്ധം വാണിമേലിൽ തകർന്നു എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം വാണിമേലിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ UDFലെ പ്രധാന കക്ഷികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നത് ശരിയാണെങ്കിലും അതൊരു സൗഹൃദ മത്സരമായി മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതേ പഞ്ചായത്തിൽ തന്നെ ബ്ലോക്ക് ഡിവിഷനിലേക്കും അതുപോലെ ജില്ലാ ഡിവിഷനിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിലൊക്കെ സജീവമായി പങ്കെടുക്കാനും കോൺഗ്രസ് നേതൃത്വം രംഗത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ UDF ബന്ധം വാണിമേലിൽ ശിഥിലമായി എന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. അതേസമയം വാണിമേലിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം, കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത വിധം ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും ചില വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വാർഡുകളിലും കോൺഗ്രസ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നില്ല, എല്ലാ വാർഡുകളിലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ എതിർക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ മത്സരമായി മാത്രമാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. വളരെ തന്ത്രപരമായ വളരെ പക്വമായ ഒരു മറുപടിയാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഉത്തരത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് കോൺഗ്രസിന് ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഗ്രാമപഞ്ചായത്തിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. ഇത് ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ ബോധ്യപ്പെടുത്താനാവും? അതെ, എൻ്റെ സ്നേഹിതൻ അഷ്റഫ് പറഞ്ഞ പോലെ വാണിമേൽ പഞ്ചായത്തിൽ UDF ബന്ധം മുഴുവനായി ശിഥിലമായിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. പഞ്ചായത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു 3-4 സീറ്റുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സൗഹൃദ മത്സരം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. UDFന്റെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സൗഹൃദ മത്സരം തീരുമാനിച്ചത്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 16 സീറ്റുകളിൽ 10 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ 7 വാർഡുകൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മത്സരിച്ച വാർഡുകളിൽ കൈച്ചിഹ്നത്തിലും മറ്റ് 3 വാർഡുകൾ മുസ്ലിം ലീഗിനെതിരായിട്ട് സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് വാർഡുകളിലൊന്നും മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ ഡിവിഷനിലും UDF ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ്
വാണിമേലിലെ UDF-ലെ പ്രഗത്ഭ കക്ഷിയാണെങ്കിലും ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് പരിഹാരമാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗഹൃദ മത്സരം വേണ്ടി വന്നത്. ചോദ്യം അവിടെ തുടങ്ങുന്നു. ശ്രീ എം കെ അഷ്റഫ്, അർഹതപ്പെട്ട സീറ്റാണ് കോൺഗ്രസിന് വേണ്ടതെന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെവിടെയാണ് താങ്കളുടെ പാർട്ടി ഒരു അനർഹത കണ്ടെത്തിയത്? കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് നൽകാൻ മുസ്ലിം ലീഗ് പണ്ടേ ഒരുക്കമായിരുന്നു. കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന വേർക്കടവ് വാർഡാണ്, 3-ാം വാർഡ്, വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ്. 3-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിക്ക് വ്യക്തമായ മുൻതൂക്കമുള്ള ഒരു വാർഡാണ്. കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വളരെ അധികം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുള്ള ഒരു വാർഡുമാണ്. ആ വാർഡ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി നൽകുകയും കോൺഗ്രസിന്റെ MK ശോഭ എന്ന വനിതാ സ്ഥാനാർത്ഥി അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് ഈ പ്രാവശ്യവും കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാം എന്ന് അവസാന നിമിഷം വരെ മുസ്ലിം ലീഗ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അർഹതപ്പെട്ട ഒരു സീറ്റ് മുസ്ലിം ലീഗ് തടഞ്ഞു വെച്ചു എന്ന അഭിപ്രായവും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലീഗ് ഇപ്പോഴും പറയുന്നത് തന്നെയാണ്, അർഹതപ്പെട്ട സീറ്റുകൾ കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് മറ്റൊരു സീറ്റിനുള്ള സാധ്യത? കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ടുള്ള UDF ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1995 മുസ്ലിം ലീഗ് ഉള്ള പ്രദേശത്ത് കോൺഗ്രസ് 2 സീറ്റിന് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാതെ 1 സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും അന്ന് ബ്ലോക്ക് ഡിവിഷനിൽ സീറ്റ് നൽകിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരിഹരിക്കാം എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെക്കുകയും കഴിഞ്ഞ 2005 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ് 2 സീറ്റിന് ആവശ്യപ്പെട്ടപ്പോൾ അന്നും കോൺഗ്രസ്സുകാരത്തി മുസ്ലിം ലീഗിൻ്റെ കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു രമ്യതയിലെത്തുകയാണ് ഉണ്ടായത്. അന്നും ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞത് എത്രയായാലും നമുക്ക് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാണിമേൽ പ്രദേശത്ത് കോൺഗ്രസിന് 2 സീറ്റ് തരുമെന്നുള്ളൊരു വാക്കായിരുന്നു അന്ന് തന്നത്. ഈ തരത്തിലുള്ള ഒരു വിശ്വാസവഞ്ചന ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? അടുത്ത തെരഞ്ഞെടുപ്പിന് തരാം എന്നുള്ളൊരു വാക്ക് ലീഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു? എന്റെ അറിവിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ മുസ്ലിം ലീഗിന്റെ വാണിമേൽ പഞ്ചായത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹി അല്ലെങ്കിലും എൻ്റെ ഒരു വിശ്വാസം വെച്ച് പറയുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു വാക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതേസമയം മുസ്ലിം ലീഗ് പാർട്ടി ഈയൊരു വിഷയം വന്നപ്പോൾ വളരെ യോജിപ്പിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. DCC നേതൃത്വവുമായി സംസാരിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ DCCയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അത് അംഗീകരിക്കുകയും അത് അവസാന നിമിഷം മുസ്ലിം ലീഗ് വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് പുറമെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി അധികം നൽകാമെന്ന് പറയുകയും ചെയ്തപ്പോൾ അത് അംഗീകരിക്കാൻ DCC തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം അത് സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാന ദിവസങ്ങളിൽ കേട്ട ഒരു പരാതിയും അത് തന്നെയാണ്. ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ DCC നേതൃത്വം ഇത്തരമൊരു ഫോർമുല മുന്നോട്ട് വെക്കുകയും പ്രാദേശിക നേതൃത്വം ഒരു കടുത്ത വാശിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അണികളുമായി ഉണ്ടായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും കീഴടങ്ങുന്നില്ല എന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ഒരു വാസ്തവവിരുദ്ധമാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വാർഡ് വിഭജനം പൂർത്തിയായതിനു ശേഷം 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുസ്ലിം ലീഗുമായിട്ട് കോൺഗ്രസ് സീറ്റ് വിഭജന കാര്യത്തിൽ ചർച്ച നടത്തുകയും ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ട സീറ്റിൽ വാണിമേൽ പ്രദേശത്ത് UDFന് ജയിക്കാൻ പറ്റുന്ന 9 സീറ്റുകളുണ്ടായിരുന്നത് 6 ജനറൽ സീറ്റും 3 വനിതാ സീറ്റുമായിരുന്നു. അതിൽ 2 സീറ്റാണ് കോൺഗ്രസ് ചോദിച്ചത്. ആ സീറ്റ്
തരുകയില്ല എന്ന് മാത്രമല്ല, വളരെ പുച്ഛ സ്വഭാവത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ നിന്ന് സമീപനമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലം UDF കമ്മിറ്റി മുസ്ലിം ലീഗ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും നിയോജക മണ്ഡലം ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത് ചർച്ച നടത്തുകയും അവിടെ വെച്ചും കോൺഗ്രസിന് വളരെ നിരാശാജനകമായ മറുപടിയും സമീപനവുമാണ് കിട്ടിയത്. വളരെ കോൺഗ്രസ് പാർട്ടിയെ വളരെ നിന്ദിക്കുന്ന തരത്തിലുള്ളൊരു സംസാരം മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അവിടെ വെച്ച് ചർച്ച പരാജയപ്പെട്ടപ്പോൾ UDFൻ്റെ നിയോജക മണ്ഡലം നേതാക്കൾ ഈ വിഷയം ജില്ലാ UDF നേതൃത്വത്തിന് വിടുകയും അവരെടുക്കുന്ന തീരുമാനം വരുന്നത് വരെ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഭാഗത്തുനിന്ന്